ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചെടുത്തൊരു വ്ളോഗല്ല. അത് കാരണം തന്നെ ഷോർട്സ് കാണുന്ന ഒരു പരുവത്തിലായിരിക്കും ഈ ഒരു വ്ളോഗ് കാണാൻ പറ്റുക കേട്ടോ. ഞാനൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊട്ടിയൂർ അമ്പലത്തിൽ പോയത് ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട്, അവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കുന്നത് വിചാരിച്ചൊരു വ്ളോഗ് അല്ലാത്ത കാരണം ഒരു 5 മിനിറ്റിനുള്ള ക്ലിപ്സേ എൻ്റെ അടുത്തുള്ളൂ കേട്ടോ. ഞാനും അച്ഛനും അമ്മയും അതുപോലെ തന്നെ വിച്ചുവിൻ്റെ അമ്മയും അച്ഛനും അനിയനും അതുപോലെ തന്നെ അമ്മമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 16-ാം തീയതി രാത്രി 10 മണിക്ക് കാറിൽ കയറിയിട്ട് കൊട്ടിയൂർ അമ്പലത്തിന്റെ പരിസരത്ത് എത്തിയത് 17-ാം തീയതി പുലർച്ചെ 3:30-ക്കാണ് കേട്ടോ. അക്കരെ കൊട്ടിയൂരിന്റെയും ഇക്കരെ കൊട്ടിയൂരിന്റെയും കവാടം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ ഫയർഫോഴ്സിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ ഫ്രഷ് ആവാനുള്ളത്, റൂമല്ല ഒരു ബാത്റൂം, ടോയ്ലറ്റ്, പിന്നെ ഡ്രസ്സ് മാറാനുള്ള ഒരു സെക്ഷൻ. നമ്മളവിടെ എത്തിയുടനെ തന്നെ ടോയ്ലറ്റിലൊക്കെ പോയി. എനിക്ക് തോന്നുന്നു 10 രൂപയാണ് ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ടുള്ളത്. ടോയ്ലറ്റിലൊക്കെ പോയി ബ്രഷ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ ഇനി പോണത് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ക്ലിപ്പാണ് നിങ്ങൾ ആദ്യം കണ്ടത് കേട്ടോ. ഇപ്പൊ കാണുന്നത് കുളിച്ചു കഴിഞ്ഞ ഒരു ക്ലിപ്പാണ്. ബാവേലിപ്പുഴയിൽ ഒന്ന് മുങ്ങി കുളിച്ചിട്ടാണ് നമ്മൾ ഈറനോട് ആ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോണത് കേട്ടോ. ഇപ്പൊ അടുത്തുള്ള ന്യൂസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബാവേലിപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയിട്ട് 2-3 പേര് മരിച്ചത് കേട്ടോ. നല്ല ഒഴുക്കുണ്ട്, അതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് നടുക്കിലേക്ക് പോയിട്ടില്ല കേട്ടോ. പുഴയുടെ അരികിൽ നിന്ന് കുളിച്ച് അതുപോലെ തന്നെ 2 കല്ലുകളൊക്കെ ഉരച്ച് ചന്ദനൊക്കെ തൊട്ടു. അതുകൊണ്ട് പിന്നെ ഒരു പാലം നമ്മൾ മറികടന്ന് അമ്പലത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറോളം നമ്മൾ ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 മണിക്ക് അമ്പലം തുറക്കുന്നാണ് പറഞ്ഞത്. ഒരു 5:30 ആയപ്പോഴാണ് ക്യൂ ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. നമ്മൾ കുളിച്ച് വന്ന് നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് കേട്ടോ. ഈ തിരക്കൊക്കെ അതിൻ്റെയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിലേക്ക് വരുന്നത്. എനിക്ക് അത് കാരണം തന്നെ ഭയങ്കര ആകാംക്ഷയാണ് കേട്ടോ അമ്പലം കാണാനും. അതുപോലെ തന്നെ ഈ ഫുള്ള് ഇങ്ങനെ വെള്ളമാണല്ലോ, ഇങ്ങനെ നടക്കാൻ പറ്റുക, അതൊക്കെ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു അമ്പലം. മറ്റുള്ള അമ്പലത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠയുള്ളൂ കേട്ടോ. അത് നമുക്ക് പെട്ടെന്ന് പ്രതിഷ്ഠയാണെന്ന് തോന്നില്ല. ഒരു എന്താ പറയുക, ഒരു കല്ലിൻ്റെ രൂപത്തിലാണ് ഇരിക്കേണ്ടത് കേട്ടോ. നല്ല നീണ്ടിട്ടുള്ള കല്ലിൻ്റെ രൂപത്തിൽ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഫുള്ള് ഇങ്ങനെ ആ കല്ലിൻ്റെ ചുറ്റും രുദ്രാക്ഷമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് നല്ല മഴ പെയ്യും, ഇടയ്ക്ക് ചെറുതായിട്ട് മഴ പെയ്യും, ചില സമയത്ത് മഴ തന്നെ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അമ്മൂമ്മ മാത്രമാണ് കുട എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ തോർത്തുകൊണ്ട് ഇങ്ങനെ തല മൂടിയിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം മൊത്തത്തിലാകെ നമ്മൾ നനഞ്ഞിട്ടുണ്ട് കുളത്തിൽ കുളിച്ചിട്ട്. ഇനിയിപ്പോൾ മഴ പെയ്താലും വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ കുറേ പേര് കുടയൊക്കെ ചൂടിയിട്ടാണ് നടന്നിരുന്നത്. അതുപോലെ തന്നെ കോട്ടിട്ടിട്ട് കുറേ പേര് നടന്നിരുന്നു കേട്ടോ. ഇവിടെയും നമുക്ക് വഴിപാടൊക്കെ ചെയ്യാനുള്ള കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വഴിപാടൊന്നും ചെയ്തില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ നല്ലോണം തൊഴുത് പ്രാർത്ഥിച്ചത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ ഇറങ്ങണ വഴിയിലാണെങ്കിലും അത്യാവശ്യം ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, നല്ല വേദനിക്കണ കല്ലുകളായിരുന്നു. ഇങ്ങനെ ചവിട്ടുമ്പോൾ കാലിങ്ങനെ വേദനിക്കുകയായിരുന്നു. അച്ഛനൊന്നും അധികം വേദനിച്ചില്ല, പക്ഷെ എനിക്കൊക്കെ ഭയങ്കര വേദന ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ബാവേലിപ്പുഴ. നല്ല കുത്തനെ ഒഴുകുന്നുണ്ട്. ഈ ഒരു പുഴയിൽ കുളിച്ചിട്ടാണ് 3 പേരോ 2 പേരോ എനിക്ക് കറക്റ്റ് അറിയില്ല മരിച്ചത് കേട്ടോ. നല്ല കുത്തനെ ഒഴുക്കുണ്ട് കേട്ടോ പുഴയിൽ. ഞാനും എല്ലാവരും തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു ഫോണിൻ്റെ കവർ എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് വാട്ടർ പ്രൂഫ് ഉള്ളൊരു കവർ, നമുക്ക് വെള്ളത്തിലും ഇറക്കാൻ പറ്റുന്നൊരു കവർ. പക്ഷെ ഞാൻ അധികം അങ്ങനെ ഈ ഒരു കവറിൽ ഇട്ടിട്ടില്ല കേട്ടോ. ഫോൺ ഇങ്ങനെ മഴയത്തൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് കേട്ടോ നടന്നിരുന്നത്. എന്തായാലും എല്ലാവർക്കും സുഖമായിട്ട് അങ്ങോട്ട് തൊഴാൻ പറ്റിയിട്ട്. നമ്മൾ തലേ ദിവസം രാത്രി വീട്ടിൽ നിന്ന് പുറപ്പെട്ട കാരണം പിറ്റേ ദിവസം പുലർച്ചെ എത്തിയതുകൊണ്ടും നമുക്ക് എന്താ പറയുക, നേരത്തെ തൊഴുത് ഇറങ്ങാൻ പറ്റിയിട്ടോ. കുറേ പേര് ഇപ്പോൾ തൊഴാനായിട്ട് പോകുന്നുണ്ട് കുളിച്ചിട്ടൊക്കെ. അതുപോലെ തന്നെ ക്യൂലൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പം നല്ല തിരക്കായിട്ടോ. കാരണം രാവിലെ സമയത്ത് നല്ല തിരക്കായിരുന്നു. നമ്മൾ അമ്പലം തുറക്കണ ടൈമിലാണ് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം ക്യൂവിൽ നിൽക്കേണ്ട വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം ക്യൂവിൽ നിന്നാലും നമുക്ക് അങ്ങനെ തൊഴാൻ പറ്റി. നല്ല ഇതായിട്ട് തന്നെ തൊഴാൻ പറ്റി. ഇപ്പം പക്ഷെ നല്ല തിരക്ക് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോരുന്ന ടൈമിൽ. ഇവിടെ ഇപ്പോൾ വൈശാഖ മഹോത്സവമാണ് കേട്ടോ. അതായത് 28 ദിവസത്തെ വൈശാഖ മഹോത്സവം ജൂൺ 10 മുതൽ ജൂൺ 30 വരെയാണ് സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനം ഉള്ളത്. പോകുന്ന വഴിയിൽ നമ്മൾ ഈ ഒരു മരം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മരത്തിന്റെ താഴെ ഫുള്ള് ഇങ്ങനെ കല്ലുകൾ കൂട്ടി വെച്ചേക്കണം കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കല്ല് കൂട്ടി വെക്കുകയാണെങ്കിൽ ആ ഒരു ആഗ്രഹം സാധിച്ചു തരുന്നതാണ് കേട്ടോ. രാവിലെ ഞങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വ്യൂ അപ്പം കാണാൻ പറ്റില്ല. ഫുള്ള് ഇങ്ങനെ മൂടൽമഞ്ഞ് കാരണം ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുകയായിരുന്നു. ഈ മലയൊന്നും ഞാൻ അപ്പം കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. റിട്ടേൺ വരുമ്പോഴാണ് ഇതൊക്കെ ഇപ്പം എനിക്ക് കാണാൻ പറ്റണത്. നല്ല ഭംഗിയാണ് കേട്ടോ അത് നേരിട്ട് കാണാനായിട്ട്. പിന്നെ നമ്മൾ പോണ വഴിയിൽ കുറേ വഴിയോര കച്ചവടക്കാരുണ്ടായിരുന്നു. പിന്നെ ഓടപ്പൂ കിട്ടുന്ന കുറേ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഓടപ്പൂ നമുക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. കൊട്ടിയൂർ വന്നാൽ മാത്രമേ ഓടപ്പൂ കിട്ടുള്ളൂ. കാരണം നമ്മൾ കുറച്ച് ഓടപ്പൂ മേടിച്ചിട്ടാണ് കേട്ടോ പോയത്. നമ്മളിപ്പോൾ പോയി തൊഴുതു വന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോണത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ നട
വച്ചിരിക്കുകയാണ് കേട്ടോ. എന്നാലും നമ്മൾ പോയി തൊഴുതു വന്നു. നമ്മൾ പോണ ടൈമിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ വരുമ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ ഞാൻ അധികം വീഡിയോസ് എടുത്തില്ല. തൊഴുതിറങ്ങി നമ്മൾ നേരത്തെ പോയ ആ ഒരു ഡ്രസ്സിങ് അല്ലെങ്കിൽ ചേഞ്ചിങ് റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിൽ പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.